ചുറ്റുമായിരിക്കുന്ന വലിയൊരു ദൈവിക സാന്നിധ്യങ്ങളുണ്ട്. എന്നെ ഈശോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈശോ എന്നെ സ്നേഹിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹം നീ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ആഗ്രഹത്തോടെയാണ് ഈശോ നമ്മളെല്ലാവരോടും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോയും വലിയ ആഗ്രഹത്തോടെയാണ് ഇന്ന് നമ്മളെ ഈശോ ഇവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് നമുക്കിരിക്കാം. എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? ഇന്ന് ക്രിസ്മസിൻ്റെ എന്താണ് ഏറ്റവും അടുത്ത സമയങ്ങളാണ്. ഇന്ന് 20 അല്ലേ? ഇനി അധികം ദിവസങ്ങളില്ല നമുക്ക്. അതുമാത്രമല്ല, പിന്നെന്താണ് ഈ വർഷം അങ്ങോട്ട് തീരാൻ പോകുന്നു. എല്ലാം കൊണ്ടും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില സമയങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ക്രിസ്മസിൻ്റെ അവസാന സമയങ്ങളാണല്ലോ അല്ലേ? ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ചില വിചിന്തനങ്ങൾ നൽകാം, ചിന്തിക്കാം എന്നാണ് ഈശോ നമുക്ക് പെട്ടെന്ന് നൽകിയ ചില ചിന്തകൾ. നമുക്ക് വചനങ്ങൾ എടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പി ഉണ്ടോ? ഇല്ല, ഉണ്ട്. ഉള്ളവർ എടുക്കുക. ഫിലിപ്പി 2:5 അല്ലേ? ഞാനെടുത്ത് വെച്ചോളാം. ഫിലിപ്പി 2 മതി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 തുടങ്ങിയുള്ള വചനഭാഗങ്ങൾ. വചനം എങ്ങനെയാണ്? യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി പോകുന്ന ഒരു വചനഭാഗം. ഫിലിപ്പി 2:5-6-7 ഒന്ന് പറയുകയാണെന്ത്? ഫിലിപ്പി 2:5 തുടങ്ങി 7 വരെയുള്ള വചനം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം എന്ന് പറയുന്ന ഒരു മനോഭാവം, അതേത് മനോഭാവമാണ്? അതുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മനോഭാവം എന്ന് പറഞ്ഞ് താഴേക്ക് പറയാണ് എന്ത്? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശുമരണ അനുസരണമുള്ളവനായി. ഏത് മനോഭാവമാണ് എനിക്കുണ്ടാകേണ്ടത്? ഈ വചനത്തിൽ നിന്ന് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം എന്ന് പറയുന്നത്, ഈ മനോഭാവം എന്ന് പറയുന്നത് ഏത് മനോഭാവമാണ്? മനുഷ്യനായി എന്നുള്ളതല്ല, മനുഷ്യനാകാനായിട്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന മനോഭാവം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച്. ഇതിൻ്റെ അകത്തുണ്ട്. ഏതാണത്? ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദാസൻ്റെ രൂപം സ്വീകരിക്കാനായിട്ട് ഈശോയ്ക്ക് ഉണ്ടായ മനോഭാവം തന്നെ ശൂന്യനാക്കി. അതാണ് മനോഭാവം, ആറ്റിറ്റ്യൂഡ്. ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ട മനോഭാവം. ആ മനോഭാവമാണേത്? തന്നെ ശൂന്യനാക്കി. അതാണ് മനോഭാവം. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം എന്ന് പറയുന്നത് തന്നെ ശൂന്യനാക്കി. തന്നെ ശൂന്യനാക്കിയ ആരാണ്? തന്നെ ശൂന്യനാക്കിയത്? ദൈവം.
ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റിയും ഉള്ള ആൾ എന്ത് ചെയ്തു? ദൈവമായി നിലനിന്നുകൊണ്ട് തന്നെ എന്തായി മാറി? മനുഷ്യൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. നിങ്ങൾ വചനം ഫോളോ ചെയ്താലേ ഇനി പറയാൻ പോകുന്ന അടുത്ത വചനം പിടികിട്ടത്തുള്ളൂ. എന്തെന്ന് പറയുന്നത്? മനുഷ്യരുടെ സാദൃശ്യം. ഈ മനുഷ്യരുടെ സാദൃശ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഞാൻ അല്പം ചിന്തിക്കണം നിങ്ങൾ കേട്ടോ. ചുമ്മാ കേട്ടിരുന്ന പിടികിട്ടത്തില്ല. തലയ്ക്കകത്തോടെ ഇത് ഓടണം. പറയാൻ പോകുന്ന കാര്യം എന്താണ്? എന്തെന്ന് ഞാൻ ഇപ്പം പറഞ്ഞ് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? റോമ 8:3. റോമ 8 നമുക്ക് പരിചയമുള്ളൊരു വചനഭാഗമാണ്. റോമ 8ൻ്റെ മൂന്നാം ഈ സാദൃശ്യത്തിൻ്റെ പ്രത്യേകത ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പാപപരിഹാരത്തിന് വേണ്ടി അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് എന്തെന്ന് നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് ഓടിപ്പുറക്ക് വന്നായിരിക്കാം. പെട്ടെന്ന് വചനം എങ്ങനെ പറയുമ്പം പിടികിട്ടണമെന്നില്ല. ആദ്യം നമ്മൾ കണ്ടത് ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പുറകോട്ട് ഫിലിപ്പി 2 എന്താണ് പറയുന്നത്? മനുഷ്യരുടെ 6 അല്ല 7 തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് എന്തായി മാറി? മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആര്? ദൈവത്തിൻ്റെ എല്ലാ കഴിവോടും കൂടി ഒരു ലിമിറ്റഡായി എന്തായി മാറി? മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ സാദൃശ്യത്തെ കുറിച്ചിട്ടാണ് 8:3 പറയുന്നത്. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആര്? ഈശോ. പാപകരമായ ശരീരത്തിൻ്റെ, ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ മനുഷ്യാവതാരം എന്നത് എന്തായി മാറി? ഈശോ ശൂന്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് അത്യുന്നതനായ സർവശക്തനായ പരമപരിശുദ്ധനായ ദൈവം മാറി. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവമാണെങ്കിലും പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും കുടികൊള്ളുന്ന ഒരു ശരീരത്തിൻ്റെ രൂപത്തിലേക്ക് ആര് ഇറങ്ങി? ഈശോ, ദൈവം ഇറങ്ങി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായത്. ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ കാരണം ഈശോ പാപകരമായ ഈ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി. 1-2 പ്രലോഭനമല്ല ഈശോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അണ്ടേ? അതുകൊണ്ടാണ് എബ്രായക്കാരുടെ ലേഖനത്തിൽ പറയുന്നത് എന്ത്? നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു ഈശോ അല്ല, മറിച്ച് എന്താണ്? പാപമൊഴിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ആര്? ഈശോ. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ പാപം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രലോഭനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഈശോ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്നു. പിടികിട്ടുന്നുണ്ടോ? അതിന് ഈശോയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? തന്നെ തന്നെക്കാട്ടിലും ഗ്രേഡ് കുറഞ്ഞ ഒരു ക്രീച്ചറാണ് മനുഷ്യൻ. തന്നെക്കാട്ടിലും അല്ല, ദൈവത്തിൻ്റെ ഗ്രേഡിനെക്കാട്ടിലും താഴ്ന്ന ഒരു ഗ്രേഡിലേക്ക് ദൈവം ഇറങ്ങുകയാണ്. അതാണ് എന്ത്? ഈ ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 20, 27, 28 വചനങ്ങൾ. മത്തായി 20 വായിച്ചു. മത്തായി 20, 27, 28. മത്തായി 20, 27. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ
നിങ്ങളുടെ ദാസനുമായിരിക്കണം. അടുത്ത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. ഇതാണ് ദൈവമായിരുന്നു. ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഈശോ എന്തായി മാറി? മനുഷ്യനായി ദാസന്റെ രൂപമായി മാറി. അതാണ് എന്ത് ഇവിടെ ഈശോ ഇവിടെ പറയുന്നത്? എന്ത്? ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, എന്ത്? ശുശ്രൂഷിക്കുക. മനുഷ്യനായിട്ട് തീരുന്നില്ല. എന്ത് ചെയ്യുന്നു ഈശോ? അതിലും താഴെ തട്ടിലേക്ക് ഇറങ്ങുകയാണ്, മനുഷ്യരെ ശുശ്രൂഷിക്കുന്നു. കണ്ടോ? എന്നിട്ട് ഈശോ പറയാണ് എന്താ? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകന് നിങ്ങളിൽ ഒന്നാമനാകാൻ. ഇതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ ആന്തരിക മനോഭാവം. ഈശോയുടെ ഈ മനോഭാവം, യഥാർത്ഥമായ ക്രിസ്തീയ മനോഭാവം എന്ന് പറയുന്നത്, ഇത്രയും വലിയ ആൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുഞ്ഞായി ഒരു ശരീരത്തിൻ്റെ അകത്തേക്ക് കയറി എന്നുള്ളതാണ്. ലിമിറ്റഡായി ഈശോ മാറി എന്നുള്ളതാണ്. ഇത്രയും കിട്ടിയെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ശൂന്യനാക്കി എന്നുള്ള വചനത്തെയാണ്. എന്താണ്? തന്നെ ശൂന്യനാക്കി. ശൂന്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വായു പോലും ഇല്ല, എയർ പോലും ഇല്ല. ശൂന്യത, വാക്വം, എംപ്റ്റി സ്പേസ്, ഒന്നുമില്ല. അങ്ങനെ ആയപ്പോഴാണ് എന്ത് ചെയ്ത് മാറിയേ? ഈശോയുടെ മനോഭാവം ദൈവമായിരുന്നെങ്കിലും ഈ ഒന്നുമില്ലാത്ത ഒരാളെ പോലെ ഈശോയുടെ മനോഭാവം മാറിയപ്പോഴാണ് ഈശോയ്ക്ക് മനുഷ്യനാകാൻ പറ്റിയത്. ഇനി നിങ്ങൾ കേൾക്കണം, ആദിയിൽ വചനത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ വാക്ക് തന്നെയാണ്. ശൂന്യത എന്ന് പറയുന്ന വാക്കാണ് ഉൽപ്പത്തിയിൽ ഉപയോഗിക്കുന്നത്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് അവിടെയാണ് സൃഷ്ടി നടക്കുന്നത്, ക്രിയേഷൻ. ഒന്നുമില്ല, ശൂന്യത. ഞാൻ എന്നെ തന്നെ. അപ്പം നമ്മളെ പ്രാർത്ഥന രീതികളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പുറമെ നമ്മൾ ജീവിക്കുമ്പോഴും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ സംസാരങ്ങൾക്കിടയിലും എൻ്റെ അകത്ത് ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവും ശരിയാകത്തില്ല. കാരണം എന്താണ്? അവിടെ എൻ്റെ ഇഷ്ടങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പറയാണ്. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ ദൈവത്തെ പോലെ ഒരു പവറായിട്ട് ഞാൻ ഇരിക്കുകയാണ്, അല്ലേ? എൻ്റെ അകത്തും കുറേ പവർ ഇരിക്കുകയാണ്. ഞാൻ എന്തോ ഒരു സംതിങ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം ഈ ദൈവിക ശക്തിക്ക് എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ല. കാരണം എന്താണ്? ഞാൻ പൂർണ്ണനാണ്, ഞാൻ ശരിയാണ്, ഞാൻ കൊള്ളാം, നല്ലവനാണ്, എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, എൻ്റെ തീരുമാനങ്ങളൊക്കെ ശരിയാണ്. അപ്പം ഈ ശരി നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പാവം ദൈവത്തിൻ്റെ ഇടപെടാൻ പറ്റുമോ? ഞാൻ ഇല്ലേ? അതേസമയം ഞാൻ ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ ഒന്നുമില്ലാത്തടത്താണ് എന്ത് ചെയ്തേ? ദൈവം സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പരമാധികാരമാണ് മുഴുവൻ നടപ്പിലാക്കപ്പെടുന്നത്. ഇവിടെ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ നോക്കിയേ, ഒന്നുമില്ല, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ദൈവം പ്രവർത്തിച്ചുള്ളൂ. അതല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനൊട്ട് പറ്റത്തില്ല. അവിടെ ഈഗോ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ തടസ്സം അതാണ്. ഏറ്റവും വലിയ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മൂലപാപം എന്ന് ചോദിച്ചാൽ അത് ഈ ശൂന്യവൽക്കരണത്തിനെതിരെ എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിന് പറയുന്ന മലയാള പദമാണ് അഹങ്കാരം. ശൂന്യവൽക്കരണത്തിന് എതിരെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ്, അരൂപിയാണ് അഹങ്കാരം. അപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെന്തോ ഉണ്ട്.
ആ അകത്തെന്നോ ഉണ്ട് ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ല. ദൈവം പ്രവർത്തിക്കത്തില്ല. അതേസമയം ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ മനോഭാവം തന്നെ ശൂന്യനാക്കുക. രണ്ടുപേരുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് അല്ലേ? പരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും. പരിസേൻ എന്നാ പറയുന്നത്? പരിസേൻ നുണയൊന്നും പോയി പ്രാർത്ഥിക്കുന്നില്ല. നുണ പറയുന്നില്ല. പരിസേൻ ഉള്ള കാര്യം തന്നെ. പുള്ളി പറയുന്ന പ്രാർത്ഥനയെല്ലാം നടത്തുന്നുണ്ട്, ഉപവാസം നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. ഇദ്ദേഹം ചെയ്യുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈശോ പറയാണ് അവൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് ശരിയായിട്ടില്ല. അവൻ പ്രാർത്ഥിച്ചതിൻ്റെ അകത്ത് തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അവനുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ദൈവ തിരുസന്നിധിയിൽ ദൈവ കൃപ ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാരാണ്, എത്ര പരമപരിശുദ്ധനാണെങ്കിലും എത്ര മഹാഭാവിയാണെങ്കിലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി എൻ്റെ അകത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ മനോഭാവം എന്താണ്? ശൂന്യവൽക്കരണം, എളിമ. അപ്പോൾ പരിസരം ചുങ്കക്കാരൻ എന്താ പറയുന്നത്? അവന് കർത്താവിനെ നോക്കാൻ പോലും യോഗ്യതയില്ല. പുറകിൽ നിന്ന് മാർത്തടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്. അവൻ ശരിക്കും പാപിയായിരിക്കാം. കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ ഈശോ പറയാണ് അവനാണ് കൂടുതൽ ഈ പ്രാർത്ഥനയിൽ ദൈവകൃപ കിട്ടി നീതീകരിക്കപ്പെട്ട് ഇറങ്ങിപ്പോയവൻ. സ്നേഹമുള്ളവരെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതത്തിൽ ഗൗരവം കൊടുത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ ഏറ്റവും ഗൗരവത്തോടെ അവനെ തന്നെ എപ്പോഴും ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ ശൂന്യവൽക്കരണത്തിനെതിരെയുള്ള ചിന്തകൾ. പിടികിട്ടുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു കാരണവശാലും ആത്മീയ ജീവിതത്തിൽ വളരത്തില്ല. കാരണം ഒരല്പം കൃപ കിട്ടി, ഒരല്പം പ്രാർത്ഥിക്കാൻ പറ്റി, ഒരല്പം അനുഗ്രഹം കിട്ടി, അതോടെ അവൻ എന്തു ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കുന്നവൻ ആണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കുന്നവളാണെന്ന് ചിന്തിച്ചാൽ പിന്നെ എന്താ അവിടെ വർക്ക് ചെയ്യുന്നത്? അഹങ്കാരമാണ്. ശരിക്കുമുള്ള പ്രാർത്ഥനക്കാർ ആണോ അല്ലയോ എന്നുള്ള. ഇപ്പോൾ ശരിക്കുമുള്ള നമ്മുടെ പൗലോസ് ലീഗ, ശരിക്കുമുള്ള മഹാവിശുദ്ധനായ ആളാണ് അല്ലേ? പൗലോസ് ലീഗ തൻ്റെ ലേഖനങ്ങളിൽ ഇത് പുള്ളിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമൻ. എനിക്ക് പാപം ഉണ്ടെന്നല്ല അദ്ദേഹം പറയുന്നത്, ഞാൻ പാപം ചെയ്യുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് പാപികളിൽ ഒന്നാമൻ, ഏറ്റവും വലിയ പാപി ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിലെടുത്താൽ അതിൻ്റെ അകത്തുള്ള ഗ്രേഡിൽ ഫസ്റ്റ് എനിക്കാണ് എന്നാണ് ആര് പറയുന്നത്? പൗലോസ് ലീഗ പറയുന്നത്. അപ്പോൾ അത്രയും വലിയ വിശുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം ആരായി മാറിയത്? ഇത്രയും ദൈവകൃപയുള്ള ആളായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സെൽഫ് കോൺഷ്യസ്നെസ്, സ്വയാവബോധം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഇത്രയും കുറവുള്ള ആളാണ് എന്നാണ്. നോക്കി എത്രയോ ദൈവം അല്ലേ, എത്രയോ അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നേരിട്ട് പറഞ്ഞ് എഴുതിച്ച ഇത്രയും വചനങ്ങൾ അദ്ദേഹം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇത്രയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന, ഇത്രയും ദൈവകൃപയുള്ള, ഇത്രയും അഭിഷേകമുള്ള ഒരാൾ വന്നിട്ട് പറയാണ് ഞാനാണ് ഏറ്റവും വലിയ പാപി. നോക്കി, അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഈശോയുടെ അതേ മനോഭാവമാണ്, ശൂന്യവൽക്കരണമാണ്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഇന്നർ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു അകത്ത് അങ്ങനെ ഒരു ചിന്ത ഉള്ളവരിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും അറിയാം, ഞാൻ പ്രാർത്ഥനക്കാർ, അത് പോട്ടെ, പ്രാർത്ഥനയൊന്നുമില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഭൂരിഭാഗം പ്രശ്നത്തിൻ്റെയും പിന്നിലെ കാരണം ഞാൻ പറഞ്ഞു അത് ചെയ്തില്ല, അതല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേര് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുക അല്ലേ? ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കാവുന്ന പല കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതെന്താണ്? എൻ്റെ ആശയമായിരുന്നു, ഞാൻ പറഞ്ഞതായിരുന്നു, അതിങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് അത് ചെയ്തില്ല, അതുകൊണ്ട് അത് നടന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ആത്യന്തികമായി കുടുംബ സമാധാനം തകരുന്നതിൻ്റെ പിന്നിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ എൻ്റെ സമാധാനം തകരുന്നതിൻ്റെ പിന്നിലെയും കാരണം അഹങ്കാരം, ഈഗോ.
അങ്ങനെയുള്ളിടത്ത് ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ല. ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട മനോഭാവം ശൂന്യവൽക്കരണം. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം? എനിക്ക് അറിയത്തില്ല, ഞാൻ പാപിയാണ് എന്ന് ചിന്തിക്കുന്നിടത്തെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരവശത്തിൽ ഹല്ലേലൂയ. യാക്കോബ് 4:6, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം ഇത് തന്നെയാണ് പറയുന്നത്. അഹങ്കാരികളെ എന്ത് ചെയ്യുന്നു? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും. ഈ കൃപ എന്നിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ യാക്കോബ് 4:6, കൃപ എന്നിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എന്ത് വേണം? ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ് എന്നൊരു അവബോധം ഉണ്ടാവണം. മറ്റുള്ളവരെക്കാട്ടിലും ബലഹീനനാണെന്നൊരു ചിന്ത എൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രവർത്തിക്കത്തുള്ളൂ. അതേസമയം ഞാൻ നിങ്ങളെക്കാട്ടിലും മെച്ചപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുന്ന ആളാണ്. കാരണം ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ട്. എനിക്ക് കണ്ണ് നിറഞ്ഞാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ പിന്നെ ദർശനങ്ങളും വെളിപാടുകളൊക്കെ കാണാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ അറിയാതെ ചിന്തിക്കും, അതൊന്നും അല്ല ആത്മീയതയുടെ അടയാളം. ഇപ്പം ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നതാണ് എൻ്റെ ആത്മീയതയുടെ അടയാളം ആണോ? അല്ല, അതല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പിശാച് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അതുമല്ല ആത്മീയതയുടെ അടയാളം. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു രോഗസൗഖ്യം നൽകി എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരും. അതല്ല ശരിക്കുള്ള ആത്മീയത. അത് നടക്കും. അതിൻ്റെ പേരിൽ എനിക്ക് വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതല്ല എന്ത് വിശുദ്ധിയുടെ. അതേസമയം 4 പേർ എനിക്കെതിരെ തെറി പറയുമ്പോൾ ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എനിക്കെതിരെ ആരോപണങ്ങൾ സമൂഹവും വീട്ടുകാരും ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവർക്കെതിരെ ശത്രുത തോന്നാതെ ക്ഷമയോടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവനോ അവളോ ആണ് ഏറ്റവും വലിയ വിശുദ്ധൻ, ഏറ്റവും വലിയ വിശുദ്ധ. കിട്ടുന്നുണ്ടോ? അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ ആറ്റിറ്റ്യൂഡ്. എന്ത്? സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന മനോഭാവം. അപ്പുറത്തേതല്ല. അപ്പുറത്തേത് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇങ്ങനെ അഹങ്കാര ചിന്തയോടെ നടക്കുന്നവനെ. അതേത് അഹങ്കാരം? ആത്മീയ അഹങ്കാരമാണ് വലിയൊരു വിഷം. ആത്മീയ അഹങ്കാരം അതല്ല സാധാരണ. ഏത് തരം അഹങ്കാര ചിന്തയോടെ നടക്കുന്നവനെ ദൈവം യാക്കോബ് 4:6 ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വകുപ്പ് ഏതാണ്? ആകപ്പാട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വകുപ്പ് ഏതാണ്? അതുകൊണ്ടാണ് നമ്മുടെ മാലാഖമാരായിരുന്ന നമ്മുടെ ആളുകളെല്ലാം എന്ത് ചെയ്തു? അവർ താഴെ പോകാനുള്ള കാരണം വേറെ പാപമൊന്നുമല്ല, കോപം വന്നിട്ടല്ല. കോപം വന്നിട്ടല്ല മാലാഖമാർ പിശാചുക്കളായി മാറിയത്, അല്ലേ? അസൂയ വന്നിട്ടും അല്ല. അവർക്ക് എന്ത് വന്നിട്ടാണ്? അഹങ്കാരം വന്നിട്ടാണ്. അതുകൊണ്ടാണ് അത് കൃത്യം വചനത്തിൽ പറയുന്നുണ്ട്. 1 തിമോത്തി 3:6 1 തിമോത്തി 3:6 അഹങ്കാരം മൂലമാണ് പിശാച് തകർന്നതെന്നുള്ള വചനമാണ് കേട്ടോ. 1 തിമോത്തി അവൻ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കും. അടുത്തത് ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിക്ഷാവിധിക്ക് അർഹനായി തീർന്നെന്ന് വരും. കണ്ടോ? അഹങ്കാരം കൊണ്ട് മതിമറന്നിട്ട് എന്തിനെ താരതമ്യപ്പെടുത്തുന്നത്? പിശാചിനെ പോലെ. കാരണം പിശാച് അഹങ്കാരം കൊണ്ട് മതിമറന്ന് ശിക്ഷ സ്വീകരിച്ചവനാണ്. ഇനി പിശാചിനെ എത്ര അനുദപിച്ചാലും എത്ര പശ്ചാത്തപിച്ചാലും പിശാചിന് ഇനി മാലാഖയാകാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. പിശാചിന് ഇനി അങ്ങനെ ഒരു അവസരം ഇനി ഇല്ല. കാരണം ഈ അഹങ്കാരത്തിൻ്റെ കുഴപ്പം അത്രയും വലിയ ഭവിഷ്യത്തുകൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അഹങ്കാരം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിശാചിനെ പോലും മാലാഖ പോലും പിശാചായി. ഏഷ്യ 57
15. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ ചിന്തകളെല്ലാം ഈ പറയുന്ന വചനത്തിലൂടെ കടന്നു പോകണം. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ദൈവം പറയാണ്, ദൈവം ആരുടെ കൂടെയാ വസിക്കുന്നേ? അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ദൈവം അവരോട് കൂടെ വസിക്കുന്നു. ദൈവം അവരുടെ കൂടെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അനുദപിക്കുന്നവരെ ഓർത്താലേ ദൈവത്തിന് സന്തോഷമുള്ളൂ. എളിമയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നത്. അതുകൊണ്ടാണ് അനുതാപികളുടെ കൂടെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ അവരുടെ കൂടെ ദൈവം വസിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവം, കാരണം അത്യുന്നതനും സർവശക്തനുമായ ദൈവമാണ്. പക്ഷെ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ മനോഭാവം എപ്പോഴും വിനീതമായ ഒരു മനസ്സ്, എളിമയുള്ള ഒരു ഹൃദയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് തന്നെയാണ് നമ്മൾ രണ്ട് മറിച്ച് കഴിഞ്ഞാൽ ഏഷ്യ 66:2 അത് നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൊരു വചനഭാഗമാണ്. ഏഷ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റെ തന്നെ. അടുത്ത എന്താണ്? ഏഷ്യ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ദൈവ കടാക്ഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ആത്മാവിൽ എളിമ അനുതാപം ഇതുണ്ടായിരിക്കുകയും വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവിക വെളിപാടുകൾ, ദൈവിക ദർശനങ്ങൾ കിട്ടത്തുള്ളൂ. ഒന്ന് ചൊല്ലി പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കർത്താവേ, നീ ഇവ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ദൈവിക രഹസ്യങ്ങൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ദൈവികമായ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ, ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? എളിമ വേണം. എളിമയുള്ളവർക്ക് ദൈവം എന്ത് ചെയ്തു? ബുദ്ധി കൊണ്ടല്ല, അത് എന്ത് ചെയ്യും? ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് എന്ത് ചെയ്യുന്നു? അത് ദൈവം അകത്ത് കൊടുക്കുക. അവർ പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവല്ല, വെളിപാടാണ്. അത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനിക്ക് ശിശുക്കളെ പോലെയുള്ള എളിമയുണ്ടെങ്കിലേ വചനത്തിൻ്റെ വെളിപാടുകൾ എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ദൈവം എൻ്റെ ജീവിതത്തിൽ ഏത് രീതി, വചനത്തിലൂടെ ആണെങ്കിലും കുർബാനയിലൂടെ ആണെങ്കിലും മറ്റ് ഏത് രീതികളിലാണെങ്കിലും ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അകത്ത് ഏറ്റവും ദൈവത്തിനെതിരെ നിൽക്കുന്ന പാപമാണ് അഹങ്കാരം. അതിൻ്റെ ഉദാഹരണമാണ് പിശാച് എന്നേക്കുമായി ഈ ഈഗോ, അഹങ്കാരം വെച്ചിട്ട് തകർന്നു. അതുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്തത്? പിശാചിനെ തകർക്കാൻ ഏറ്റവും പുണ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പുണ്യമായ എളിമ, അതിൻ്റെ ഏറ്റവും വലിയ ഭാവമാണ് എന്ത് ചെയ്തത്? സർവശക്തൻ ദൈവത്തെ പോലെ, ദൈവ സമാനത പോലും വേണ്ടെന്ന് വെച്ചിട്ട് ശൂന്യനായി മനുഷ്യനെ പോലെയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പം നമ്മളെപ്പോലെ തന്നെയാണ്. ആര്? ഈശോ അല്ലേ ആയി മാറിയത്. നമ്മളെപ്പോലെ എന്ത് ചെയ്യുന്നു? ശരീരത്തിലാണ് ഈശോ എന്ത് ചെയ്തേ? അല്ലേ, ഇതുപോലെ തന്നെ കൈയായിരുന്നു ഈശോയുടെ, ഇതുപോലെ തന്നെ തലയായിരുന്നു ഈശോയുടെ, അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷേ അപ്പോൾ ഈശോയുടെ ചിന്തകളെല്ലാം ദൈവികമാണ്, അല്ലേ? ദൈവമാണല്ലോ, പൂർണ്ണ ദൈവമാണ്. അപ്പോൾ നോക്കി, അങ്ങനെ ഒരു പൂർണ്ണ ദൈവത്തിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വരുന്ന ചിന്തകൾ കൊണ്ട് ഈ ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാൻ ദൈവിക ശക്തിക്ക് പവറുണ്ട്. ആ ദൈവം ഇത്രയും വലിയ പവർ ഉണ്ടായിട്ടൊരു സാധാരണ മനുഷ്യനെ പോലെ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണം കഴിച്ച്, കരഞ്ഞ്, ചിരിച്ച്, ഉറങ്ങി, മടുത്ത്, ദാഹിച്ച്, ഇങ്ങനെയൊക്കെ ഒരു ദൈവത്തിന് ഇങ്ങനെ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ച ആ മനോഭാവമാണ് തന്നെ
ശൂന്യവൽക്കരിച്ചു എന്നുള്ളത്. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാതാവിൻ്റെ സ്തോത്രഗീതത്തിനകത്ത് പറയുന്നുണ്ട്, എളിമയുള്ളവരെ ഉയർത്തി അഹങ്കാരികളെ ചിതറിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അഹങ്കാരികളെ ചിതറിച്ചു, എളിമയുള്ളവരെ അവിടുന്ന് കൃപ നൽകി ഉയർത്തി എന്ന് പറയുന്നുണ്ട്. യെസ്. ഇനി നമ്മൾ ഇത്തരം പറയുന്നത് ഒരു പടിയും കൂടെ ഉയർന്നൊരു കാര്യത്തിലേക്ക് പോവാണ്. നിങ്ങളുടെ ശ്രദ്ധ നന്നായിട്ട് എൻ്റെ കൂട്ടത്തിൽ വേണം. ഫിലിപ്പി 2:13. ഒന്നോടെ ശ്രദ്ധിച്ച് കേൾക്കണം. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നമ്മെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഇതാണ് വചനം. ഫിലിപ്പി 2:13. എങ്ങനെയാണ്? തൻ്റെ അഭീഷ്ടമനുസരിച്ച്, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ഇച്ഛിക്കാൻ എനിക്ക് ഉത്തേജനം നൽകുന്നത് ദൈവം. അപ്പോൾ ഇതിനകത്ത് എൻ്റെ എന്തെങ്കിലും റോളുണ്ടോ? ഇപ്പം നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ പല പല കാരണങ്ങളുണ്ടായിരുന്നു അല്ലേ? ഏതാ? ഇങ്ങോട്ട് വരാതിരിക്കാനും വരാനും അല്ലേ? അപ്പോൾ വരണം എന്ന് നിങ്ങളുടെ അകത്തൊരു പ്രേരണ തരികയാണ്. അതുകൊണ്ടാണല്ലോ വന്നത്. അകത്തൊരു പ്രേരണ തരികയാണ്. എന്ത്? രാവിലെ കാർമൽ മൗണ്ടിലെ ഈ ശനിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വരണം. അപ്പോൾ ഈ അകത്ത് നമുക്ക് ഈ ഒരു ഉത്തേജനം, ഈ ഒരു പ്രേരണ ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഉണ്ടായത്. മനസ്സിലായോ? അത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരണമെന്നുള്ള പ്രേരണ ഉണ്ടായത് അല്ലേ? അല്ല, പിശാചിൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ? അല്ല, അല്ല. ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇങ്ങോട്ട് വരണമെന്നുള്ള പ്രേരണ ഉണ്ടായത്. ഈ പ്രേരണ അനുസരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതും ദൈവമാണ്. മനസ്സിലായോ? ഇച്ഛ തന്നതും പ്രവർത്തിക്കാനുള്ള എനർജി തന്നതും എല്ലാം ആരാണ്? ദൈവമാണ്. അതോ വചനം പറയാം, തൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് അകത്ത് പ്രേരണ ഇച്ഛിക്കുക, തൻ്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പിന്നെ അത് പ്രവർത്തിക്കാനും. അത് ഇച്ഛ വരുന്നു, ആഗ്രഹം വരുന്നു, അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുപോകും. ഇതെല്ലാം നമുക്ക് പ്രേരണ, അതിനുള്ള എനർജി തരുന്നു മുഴുവൻ ആരാ? ഇത്രയും കിട്ടിയോ? അങ്ങനെയുള്ളിടത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛ എനിക്ക് പിടികിട്ടണം. അപ്പം എൻ്റെ കുറേ ഇച്ഛയും ആഗ്രഹവും വെച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ഇച്ഛ എനിക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, ആഗ്രഹം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി അതേതാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ പദ്ധതിയും വെച്ചോണ്ടിരുന്നാൽ എനിക്ക് വെളിപ്പെടുത്തി കിട്ടത്തില്ല. അപ്പം അതിനാദ്യം എന്ത് ചെയ്യണം? എൻ്റെ ആഗ്രഹത്തെ വേണ്ടെന്ന് വെച്ചാലേ, എൻ്റെ ഇച്ഛകളെ വേണ്ടെന്ന് വെച്ചാലേ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇച്ഛ ഏതാണെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിടികിട്ടിയോ? ചെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:14 ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഇവിടെ കിട്ടുന്നുണ്ടോ? എന്നുവെച്ചാൽ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു കാരണം, എല്ലാ കാരണം അങ്ങനെയാണെന്ന് പറയുന്നില്ല, അതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്താണ്? ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് അല്ലേ, എൻ്റെ ആഗ്രഹം. അത് 1 യോഹന്നാൻ 5:14. 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചോദിക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഇഷ്ടം കുറച്ച് വെച്ചോണ്ട്, എൻ്റെ കുറേ താല്പര്യം വെച്ചോണ്ട്, എൻ്റെ കുറച്ച് അഹങ്കാരം വെച്ചുകൊണ്ട് ചോദിച്ചാൽ നടക്കുമോ? അപ്പം ഞാൻ ചെയ്യുന്നതിനാണ് എന്നെപ്പോലെ ഒരു ആളാക്കി ആരെ മാറ്റുകയാണ്? ദൈവത്തെ മാറ്റുകയാണ്. എന്നെപ്പോലെ ഒരാളാക്കി. കാരണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി. അതേസമയം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് പ്രേരണ തരണം അല്ലേ? അതിന് എന്ത് വേണം? അടിസ്ഥാനപരമായി എൻ്റെ ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കണം. അതീ പറയുന്ന സാധനമാണ്. എന്ത്? എൻ്റെ ഈഗോ, എൻ്റെ താല്പര്യം, സ്വാർത്ഥത, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശൂന്യവൽക്കരിക്കണം. ഒന്നോടെ ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇത്രയും പറഞ്ഞു. ഇനി ഒരു പടിയും കൂടെ കൂടിയുള്ളൊരു വചനമാണ് നമ്മൾ കാണുന്നത്. 2 കൊരിന്തോസ് 12:9. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്ത്? 2 കൊരിന്തോസ് 12:9. നിനക്കെൻ്റെ കൃപ മതി. എന്നിട്ട് പറയുന്നത് എന്താണ്? എന്തെന്നാൽ ബലഹീനതയിലാണ്
എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പം പറഞ്ഞതിൻ്റെ മുഴുവനും മർമ്മം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. അപ്പം ഞാൻ ദൈവത്തെ പോലെയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ബലഹീനതയുണ്ടോ? ഞാൻ പെർഫെക്റ്റാണ്, പിന്നെ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് ഇല്ല. അതേസമയം ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ എൻ്റെ ഒരു എനിക്ക് കുറവുണ്ട് എന്നൊരു സ്പേസ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ബലഹീനതകളിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ കിട്ടുന്നുണ്ട്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ. അടുത്ത വചനം, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ഈ ദൈവീയ ശക്തി എന്നെ നിറയേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ കുറവുകളെ, എൻ്റെ ഇല്ലായ്മകളെ, അതിനെക്കുറിച്ച് ഞാൻ നല്ലത് പ്രശംസിക്കുക. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തതിൻ്റെ, പ്രവർത്തിക്കാത്തതിൻ്റെ പിന്നിലെ കാരണം ഞാനിത് വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ അകത്തെ ദൈവിക ശക്തിക്ക് സമർപ്പിച്ചിട്ടില്ല. കാരണം എന്താണ്? എൻ്റെ അകത്ത് എന്തൊക്കെയോ നല്ല ദൈവിക, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തി പോലെ എന്തോ ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തോ ഒരു വേറൊരു ദൈവത്തെ പോലെയാണെന്നാണ് എൻ്റെ ആകം, ഉള്ള്. പിടി കിട്ടുന്നുണ്ടോ? കർത്താവേ, ഞാൻ പാപിയാണേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരുത്തനെ പോലും, ഒരാളെ പോലും ദൈവം ഉപേക്ഷിക്കത്തില്ല. ഈ ബലഹീനനാണേ, കുറവുണ്ട് എന്ന് പറയുന്നവൻ്റെ മുന്നിൽ ദൈവം ഉറപ്പായും ഇറങ്ങി വരും. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തത്തില്ല. ദൈവത്തിൻ്റെ ശക്തി എന്നെ വെളിപ്പെടുത്തത്തില്ല. പിടികിട്ടുന്നുണ്ട്? ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം, അത്യുന്നതനും സർവശക്തനുമായ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ബലഹീനനാണെന്നും കുറവുകളുള്ള ആളാണെന്നും ദൈവ തിരുസന്നിധിയിൽ അംഗീകരിക്കാൻ തയ്യാറാകണം. ദൈവ തിരുസന്നിധി അംഗീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറവുള്ള ആളാണെന്നും ബലഹീനനാണെന്നും അംഗീകരിക്കാൻ, ഏറ്റുപറയാനും തയ്യാറാവണമെന്നുള്ളതാണ്. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് എന്ത്? ഈശോയുടെ മനോഭാവം, ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 10:3, റോമ 10:3 ഇത് തന്നെയാണ്. ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകുക കൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, തൻ്റെ തന്നെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തൻ്റെ തന്നെ നീതി നടപ്പിലാക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. തൻ്റെ തന്നെ നീതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, തൻ്റെ തന്നെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയില്ല? ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനെന്ത് ചെയ്യണം? വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഈശോ പോലും അങ്ങേയറ്റത്തെ ഒരു സമയത്ത് ഈശോ എന്ത് ചെയ്യുന്നുണ്ട്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നടന്നു പോട്ടെ. അപ്പോൾ ഈശോ സന്തോഷം, ആർക്കെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞ് ഈശോ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ആ സമയത്ത് ദുഃഖിതനായി. ഈശോ ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങിയെന്നാണ് വചനം. ഈശോ ദുഃഖിക്കാൻ തുടങ്ങി. പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഈശോ എന്ത് ചെയ്തു? പിതാവിനോട് പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരാം. എന്നിട്ട് ഈശോ പറയുന്ന കാര്യം എന്താണ്? എങ്കിലും എൻ്റെ ഹിതമല്ല, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയാം. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഈശോയുടെ എളിമ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഈശോയുടെ എളിമ മനസ്സിലാക്കാൻ ഒരു സംഭവം. അതായത് ഈശോ സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്ത് ചെയ്തേ? കുരിശുമരണം, മനുഷ്യാവതാരം ചെയ്തത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് അല്ലേ? പിശാചിൻ്റെ പ്രവൃത്തികൾ 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ
നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പിശാച് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ തൻ്റെ തന്നെ താഴത്തെ സൃഷ്ടിയായ ഈ പിശാചിനെ അവൻ നശിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ദൈവിക ശക്തി കൊണ്ട് ഈ പിശാചിനെ ഇല്ലാതാക്കാമായിരുന്നു. കിട്ടുന്നുണ്ടോ? ഈശോയുടെ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ഒരു വാക്ക് മതി. എന്ത്? പിശാചിനെ ഇല്ലാതാക്കാൻ. കുരിശിൽ മരിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു പിശാചിനെ. അല്ലേ ദൈവം? അതിനെക്കാളും പവറുള്ള ആളല്ലേ ദൈവം? സൃഷ്ടികളല്ലേ? ഇപ്പം ഇതിനെ ഇല്ലാതാക്കാൻ ഈശോ കുരിശിൽ മരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിയാണല്ലോ അല്ലേ? അപ്പൊ എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? പിശാചിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈശോ കുരിശിൽ മരിച്ചത്. അത് ദൈവം നീതിമാനായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ ഈശോ ഏറ്റെടുത്തു. പാപത്തിന് ശിക്ഷ ഉണ്ട്, അത് നടപ്പിലാക്കി. എവിടെ? ഈശോയുടെ കുരിശിൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഈശോ കുരിശ് ഏറ്റെടുത്തു. ഇത്ര നിങ്ങൾ കേട്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ബാക്കി പറയുന്നത് ഇവിടെ കിട്ടുന്നുള്ളൂ. ഇത്ര പിടി കിട്ടി. ഈശോയെ മനുഷ്യാവതാരത്തിൻ്റെ പിന്നിലെ തന്നെ ഒരു ലക്ഷ്യമായിരുന്നു എന്ത്? കുരിശിൽ മരിക്കുക എന്നുള്ള, അതിനെ പരാജയപ്പെടുത്താനായിട്ട്. അതിൻ്റെ ഇടയിൽ പിശാച് ഒരു കളി കളിക്കുന്ന എന്നാണെന്നറിയാവും? പിശാച് ഈശോ ഇങ്ങനെ ഒരുങ്ങി അവസാന സമയത്ത് എത്തിയപ്പോൾ പിശാച് നേരെ റൂട്ട് മാറ്റുകയാണ്. പിശാച് എന്നാന്നറിയോ? യൂദാസിൽ ആരാ പ്രവർത്തിച്ചത്? യൂദാസിൽ ആര് പ്രവർത്തിച്ചു എന്ന വചനം? പിശാച് പ്രവർത്തിച്ചു അല്ലേ? അപ്പൊ പിശാചിന് തന്നെ അറിയാം ഈശോ കുരിശിൽ മരിച്ചാൽ പിശാചിനെ തീർക്കും എന്നുള്ള കാര്യം. ഇടുന്നുണ്ടോ? ഈശോ കുരിശ്, നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. ഈശോ കുരിശിൽ മരിച്ചാൽ പിശാച് പരാജയപ്പെടും എന്നുള്ള കാര്യം പിശാചിന് നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും ഈശോയെ കുരിശിൽ കയറ്റാൻ വേണ്ടി, ഈശോയെ ഒറ്റിക്കൊടുക്കാൻ ആര് പ്രവർത്തിച്ചു? പിശാച് തന്നെ പ്രവർത്തിച്ചു. പിടിയിടുന്നുണ്ടോ? പിശാചാണ് എന്ത് ചെയ്തേ? ഈ യൂദാസിൽ, അതിൽ അന്നത്തെ പുരോഗത പ്രമുഖന്മാരിലെല്ലാം ഈ അസൂയ കയറ്റിയതാരാ? പിശാച്. അപ്പൊ ഇത് ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ പിശാച് പരാജയപ്പെടത്തില്ലേ? കുരിശിൽ മരിക്കാതിരിക്കാൻ നോക്കേണ്ടതല്ലേ പിശാചിന്റെ ഒരു കടമ അല്ലേ? അതെ. എന്നിട്ട് ഈശോ കുരിശിൽ മരിക്കാൻ വേണ്ട എല്ലാ ഇൻപുട്ടും ഇട്ട് കൊടുത്തത് അപ്പുറത്ത് പിശാച. അപ്പോൾ നിങ്ങളൊന്ന് ഇത് എൻ്റെ ഒരു ചിന്തയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈശോ കുരിശെടുക്കാൻ പോകുമ്പോൾ ഈശോയുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഈഗോ വർക്ക് ചെയ്യാം. എന്ത്? ഞാനിപ്പോൾ കുരിശെടുക്കുന്നത് പിശാചിൻ്റെ ഇഷ്ടം, മനസ്സിലാകുന്നുണ്ടോ? പിശാചിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കുരിശെടുക്കുന്നത്. കാരണം എന്താണ്? പിശാചല്ലേ ഇവരിലൂടെ എല്ലാം പ്രവർത്തിച്ച് എൻ്റെ തലയിലോട്ട് കുരിശ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈശോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഈഗോ വർക്ക് ചെയ്യാമായിരുന്നു അവസാന നിമിഷം പോലും. അങ്ങനെ അവൻ്റെ ഇഷ്ടം നിറവേറണം, അതുകൊണ്ട് ഞാൻ കുരിശ് ഏറ്റെടുക്കുന്നില്ല. കിട്ടുന്നുണ്ടോ? പക്ഷെ ഈശോ എന്ത് ചെയ്തേ? അവിടെ എങ്ങനെയാണ് ഈശോ ജയിച്ചത്? ചില പാടാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഈശോ പിശാചിൻ്റെ ഇഷ്ടം അനുസരിച്ച്, പദ്ധതി അനുസരിച്ച് പോയി കുരിശിൽ മരിച്ചു. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ശരിക്കും ആരാണ് ജയിക്കുന്നത് അവിടെ? പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ അതാ പറഞ്ഞത് ശ്രദ്ധിച്ച്, അല്ല വിശ്വാസം പോകുന്നു ഞാൻ പറയാൻ. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ പിശാചിൻ്റെ പദ്ധതി ജയിച്ചതുപോലെ വരികയല്ലേ? കാരണം ഇതിന്റെ പിന്നിലെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് പ്രവർത്തിച്ച ആരാണ്? പിശാച്. പിശാചിന്റെ അങ്ങേയറ്റത്തെ കളിയാണിത്, ചെറിയ കളിയല്ല ഇത്. പിശാചിനറിയാം അവിടെ ഒരു ഉടക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഈ കുരിശ് മരണം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഈശോ എങ്ങനെയാണ് കുരിശിൽ മരിച്ചു? ഈശോ കുരിശിൽ മരിച്ചപ്പോൾ പിശാചാണോ ജയിച്ചേ? അല്ല. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ആരാ ജയിച്ചേ? അതാ പറഞ്ഞത്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ആരാ ജയിച്ചേ? ഈശോ തന്നെയാണ് ജയിച്ചേ. അതിന് സംശയമൊന്നും വേണ്ട. എങ്ങനെയാണ് ഈശോ ജയിച്ചേ? പിതാവിന്റെ ഇഷ്ടം. നിങ്ങളെ കുഴപ്പത്തിലാക്കിയോ ഞാൻ?
ഇല്ലല്ലോ. ആ, കൊളോസോസ് 2:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം. കുരിശിലാണ് ഈശോ പിശാചിൻ്റെ ആധിപത്യത്തിൻ്റെ മേൽ വിജയം ആഘോഷിച്ചത്. കുരിശിൽ ഈശോ പിശാചിൻ്റെ അധികാരത്തെ തകർത്തു. പിശാചിൻ്റെ അധികാരത്തെ കുരിശിൽ ഈശോ ഇല്ലാതാക്കി. ആ, പക്ഷേ അതിൻ്റെ പിന്നിൽ പിശാച് കുറേ ഇൻപുട്ട് ഇട്ട് കൊടുത്തായിരുന്നു അവിടെ ഇവിടെ നിന്നെല്ലാം. അപ്പോൾ ഈശോയുടെ ഒരു ഈഗോ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അനുസരിക്കുന്നത് അവൻ്റെ പദ്ധതിയാണോ എന്നൊരു ചിന്ത ചിലപ്പോൾ വരാം. അപ്പോൾ അവിടെ ഈശോ എങ്ങനെയാണ് ജയിച്ചത്? അതാണ് അങ്ങേയറ്റത്തെ ഈശോയ്ക്കുണ്ടായ ഒരു പ്രലോഭനം ആ സമയത്ത്. അതാണ് മാക്സിമം അങ്ങേയറ്റത്തെ ഈശോ എന്ത് ചെയ്തു? ഈശോ ശൂന്യവൽക്കരണത്തിലൂടെ മാത്രമാണ് ജയിച്ചത്. അതെങ്ങനെയാണ് അവിടെ ജയിച്ചത്? എങ്ങനെയാണ്? കുരിശ് മരിച്ച മൊമെന്റിൽ കേട്ടാൽ മതി. അതായത് ഈശോ തൻ്റെ പരസ്യ ജീവിത കാലത്ത് തൻ്റെ പ്രഭാഷണങ്ങളിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങോട്ട് അനുഗ്രഹിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഈശോയെ അനാവശ്യ കാര്യത്തിൻ്റെ അകത്ത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഈശോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈശോ വേറെ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്താലും ഈശോയുടെ പ്രബോധനത്തിന് അതിൽ എതിരായി മാറും. ഈശോയുടെ ജീവിതത്തിന് അത് എതിരായി മാറും, അല്ലേ? അപ്പോൾ ഈശോ എന്ത് ചെയ്തേ? ഈശോ ശരിക്കും പറഞ്ഞാൽ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ജയിച്ചത് ഈശോ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. ഇത് കൊല്ലം കയറുന്നുണ്ടോ തലയ്ക്ക്? അത് മനസ്സിലാവുന്നുണ്ടോ? ഈശോ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ സ്നേഹിക്കണമെന്ന് പറഞ്ഞ അതിന് മാക്സിമം ഈശോയ്ക്ക് അതിനെ എതിർക്കാനുള്ള പ്രലോഭനങ്ങളുണ്ടായി അങ്ങേയറ്റം വരെ. പക്ഷേ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞത് മുഴുവനും ഈശോ തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കി. എന്നുവെച്ചാൽ ഈശോ പറഞ്ഞതൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതല്ല എന്ന് ഈശോ എവിടെ തെളിയിച്ചു? കുരിശിൽ തെളിയിച്ചു. ഇവിടെ കിട്ടിയോ? ഇനി നമ്മൾ കേൾക്കണം. ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും വിശ്വസിക്കണം, ഈശോ കുരിശിലാണ് ഈശോ പിശാചിനെ പരാജയപ്പെടുത്തിയത്. എന്നുവെച്ചാൽ ഈശോയുടെ ദൈവത്വം പൂർണ്ണമായും പ്രകടമായത് കുരിശിലാണ്. ഈശോ ദൈവത്വം വെളിപ്പെടുത്തിയത് കുരിശിലാണ്. ഓക്കെ, ഇനി നമ്മൾ കുരിശിൽ മരിക്കുമ്പോൾ കേൾക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ശൂന്യവൽക്കരണം സംഭവിക്കുകയും ലോകത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യുന്നിടത്താണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനി വിജയിക്കുന്നത്. എല്ലാം തലയ്ക്കകത്ത് കയറിയോ? കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈശോ ശരിക്കും നമ്മൾ ഇപ്പോൾ പിശാചിൻ്റെ കണ്ണിക്കട നോക്കി, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ കണ്ണിക്കട നോക്കിയാൽ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പരാജിതനെ പോലെയാണ് കിടക്കുന്നത്, അല്ലേ? പരാജിതനെ പോലെയാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ കണ്ണിക്കട നോക്കിയാൽ ഈശോ പരാജിതനെ പോലെയാണ് കിടക്കുന്നത്. പക്ഷേ അവിടെയാണ് വിജയത്തിൻ്റെ പൊൻകൂടി പാറിയത്. അവിടെയാണ് പിടികിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ പരാജിതനും പരാജിതയുമായി കാണപ്പെട്ടേക്കാം. ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ പരാജിതനായേക്കാം. ലോകത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഞാൻ കൊള്ളരുതാത്തവളുമായി മാറിയേക്കാം. പക്ഷെ അവിടെയാണ് ശരിക്കും ഞാൻ ജയിക്കുന്നത്. ക്രിസ്തീയ കാഴ്ചപ്പാടനുസരിച്ച് മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുമ്പോഴല്ല ഞാൻ ജയിക്കുന്നത്, മറ്റുള്ളവർ എൻ്റെ മേൽ കുതിര കയറുമ്പോൾ ഞാൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ഈശോ കുരിശിൽ മരിച്ചപ്പോഴാണ് സാത്താനെ പരാജയപ്പെടുത്തിയതെങ്കിൽ നമ്മളും ഇതുപോലെ ശൂന്യവൽക്കരണത്തിൻ്റെ, അതായത് തന്നെ ശൂന്യനാക്കി എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം ഫോമാണ് എന്ത്? കുരിശ് മരണം. അയ്യോ, നിങ്ങൾ ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ചെത്തി പറഞ്ഞ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് ഈശോയെ തന്നെ ഒന്നും ഇല്ലാതാക്കിയതിൻ്റെ ഏറ്റവും പൂർണ്ണമായ പ്രകടനമാണ് കുരിശിൽ. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മഹത്വീകരണം, വിജയം എന്ന് പറയുന്നത് കുരിശിലാണ്. പിടികിട്ടിയോ?
പിടികിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ശൂന്യവൽക്കരണങ്ങൾ, എൻ്റെ ഈഗോയെ ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുന്നിടത്താണ് ആര് ജയിക്കുന്നത്? ഈശോ എൻ്റെ ജീവിതത്തിൽ ജയിക്കുന്നത്. അതേസമയം ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ജയിക്കുമ്പോൾ, എൻ്റെ ഈഗോ മറ്റുള്ളവരുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, എൻ്റെ അധികാരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായി ശ്രമിക്കുമ്പോൾ ആരാ ജയിക്കുന്നത്? പിശാച് എന്നിൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയോ? ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. ഒരു പടിയും കൂടെ ഈശോയുടെ ജീവിതം മുന്നോട്ട് പോയാൽ ഒരു പടിയും കൂടെ നമുക്ക് മനസ്സിലാകും. അതായത് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് തീരുന്നില്ല. ഈശോയുടെ ശൂന്യവൽക്കരണത്തിൻ്റെ അടുത്തൊരു പടിയാണ് ഏത്? ഇപ്പോൾ ഈ പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. കുരിശിൽ മരിച്ചിട്ടാണ് ഈശോ ജയിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് നിനക്കൊക്കെ മനസ്സിലായിട്ടില്ല ശരിക്കും അതിൻ്റെ അർത്ഥം. അടുത്തൊരു പടിയാണ് കുർബാന. എത്ര ധ്യാനിച്ചാലും മനസ്സിലാകത്തില്ല. കാരണം എന്നാണെന്നറിയാവോ? ഈശോ ഒരു മനുഷ്യനായിരുന്നു എവിടം വരെ? ഉത്ഥാനം വരെ, അല്ല, കുരിശ് മരണം വരെ. അതിനുശേഷം ഈശോ എന്തായി മാറി? ഒരു വസ്തുവായി ഈശോ മാറുകയാണ്. ഒരു വസ്തുവിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ദൈവം ഒരു വസ്തുവിലേക്ക് ഇറങ്ങുകയാണ്. അതിന് എന്ത്? വസ്തുവിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ അപ്പമായി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പത്തിന് തനിയെ ഈ അപ്പത്തിന് തനിയെ ഒന്ന് മാറാൻ പോലും ഈശോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് വെച്ചു എന്ന് വിചാരിച്ചോ? ഈ ഈശോയ്ക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേലും ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഈശോ തന്നെ വട്ടം കൊടുത്ത ഒരച്ഛൻ വേണം. ഇവിടെ കിട്ടുന്നുണ്ടോ? ഒരു അപ്പത്തിലേക്ക് എന്തായി മാറുകയാണ്. ഇനി ഈശോയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും എന്ത് വേണം? ഒരച്ഛൻ. ഇവിടെ കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ സക്രാരിയിലൊക്കെ ഈശോയെ പൂട്ടി വെക്കും. പാവം ഈശോ അവിടെ ഇരിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. എന്തുമാത്രം എളിമ! ഈ ദൈവികത, അത്യുന്നത ദൈവം പൂർണ്ണ ശക്തിയോടും മഹത്വത്തോടും കൂടി ഒരു വസ്തുവായി മാറി അനങ്ങാതെ അതിൻ്റെ അകത്ത് ഇനി അത് തുറന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരച്ഛൻ വേണം. അല്ല, ഞാൻ അല്പം കൂടി എക്സ്ട്രീമായിട്ട് ചിലപ്പോൾ പറയും, ചിലപ്പോൾ ഒരു ഉറുമ്പ് വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തണുപ്പ് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ അത് പൂത്തു. പിടികിട്ടുന്നുണ്ടോ? ഇതാരാ? സർവശക്തനായ ജെറുസലേമിൽ നടന്നു നീപ്പോൾ അത്ഭുതങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ച അത്യുന്നതനായ ദൈവം തന്നെയാണ് എന്ത്? എളിമപ്പെട്ട് അങ്ങേയറ്റ കെനോസിസ് എന്ന് പറയും, ശൂന്യവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തെ ഭാവമായി മാറി കുർബാനയിൽ. ഇതിപ്പറം ചെറുതാകാൻ ഒരു ദൈവത്തിന് എങ്ങനെ പറ്റും? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് അടുത്തത്. ഇതുകൊണ്ട് തീരുന്നില്ല, അടുത്തൊരു പടിയും കൂടെ ഉണ്ട് ഈ ശൂന്യവൽക്കരണത്തിന്. അതെവിടെയാണെന്നറിയാവോ? നിങ്ങൾ ചിന്തിക്കാവോ? ഇപ്പം ഞാൻ 3 തലം പറഞ്ഞു. ദൈവമായിരുന്നു, മനുഷ്യനായി, കുരിശിൽ മരിച്ചു, കുർബാനയായി. കുർബാനയിൽ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു. ഇനി ഒരു തലം കൂടെ ഉണ്ട് ഈശോയുടെ എളിമയുടെ നമുക്ക് പിടികിട്ടാത്തൊരു തലം. നോക്കി, ഇപ്പോൾ ഇവിടെ ഖുർആൻ അർപ്പിക്കുകയാണ് അല്ലേ? എത്ര വലിയ കൊടും പാവിയാണെങ്കിലും എന്തു ചെയ്യും? ഈശോ ഈ പാവിയുടെ അകത്തേക്ക് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല വരുന്നത്. എന്തു ചെയ്യും? ഈശോ നമ്മൾ വന്നാൽ ഈശോയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ട് വരുന്ന ആരുടെ അടുത്തേക്കാണ്? ഈശോ ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നുവെച്ചാൽ നമ്മൾ പാവിയാണെന്നൊരു അവബോധത്തോടെ പശ്ചാത്താപത്തോടെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും? ഒരു പശ്ചാത്താപവും ഒരനുതാപവും ഈശോയോട് ഒരു സ്നേഹവും ഇല്ലാതെ വെറും റിച്വലായിട്ട് ആചാരം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ഭക്തി ഇല്ലാതെ വന്ന് ഖുർആൻ സ്വീകരിക്കും. അപ്പോൾ ഈശോ നിനക്ക് ഭക്തിയില്ല, ഞാൻ വരുന്നില്ലെന്ന് ഈശോ പറയുമോ? നിനക്ക് ഒരുക്കമില്ല, എനിക്ക് നീ മാരാഭാവത്തിലാവണം, ഞാൻ വരുന്നില്ല, നീ കുംസാരിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് ഈശോ പറയുമോ? ഈശോയ്ക്ക് അറിയാം അല്ലേ? തിരുസഭയുടെ കൽപ്പന ഇതൊന്നും നീ പാലിക്കാതെയാ. എത്ര മാരാഭാവിയാണേലും വന്ന് നാക്ക് നീട്ടിയാൽ ഈശോ വരികയല്ലേ? ഇതാണ് ആര്? നമ്മുടെ ഈശോ പഠിപ്പിച്ച ശൂന്യവൽക്കരണം.
തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് പറഞ്ഞാൽ എന്താക്കി? ഇത്രയും ചെറുതാക്കി. ഒരു പരാതിയോ ഒരു പരിഭവമോ ഒരു എതിർപ്പോ അതിൻ്റെ പേരിൽ ഒരു ശിക്ഷയോ ഒന്നും തരത്തില്ല. ശിക്ഷിക്കുമോ? ഇല്ല, ശിക്ഷിക്കത്തില്ല. കാരണം എന്താണ്? ശിക്ഷിക്കും നമ്മൾ കുമ്പസാരിക്കുന്നില്ലെങ്കിൽ. ഇനി അതിൻ്റെ പേര് നമ്മൾ പിന്നെയും പോയി കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അല്ലേ, എത്ര നമ്മൾ 100 പേരെ കൊന്നിട്ട് ഒന്ന് കുമ്പസാരിച്ചിട്ട് പിന്നെയും പോയി കൊന്നാലും കർത്താവ് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ക്ഷമിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈശോ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈശോയുടെ മനോഭാവം പുള്ളിക്ക് ക്ഷമിക്കാനേ അറിയത്തുള്ളൂ. എവിടം വരെ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ. മരിച്ചതിന് ശേഷം ഒരു കളിയും ഈ കളി നടക്കത്തില്ല. മരിച്ചതിന് ശേഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ മനോഭാവം എന്ന് പറയുന്നത് ഈ ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവമാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഈശോ നമ്മുടെ അകത്ത് വരത്തുള്ളൂ. സത്യമായും ഈശോ എൻ്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ, ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈഗോയെ, എൻ്റെ അകത്തെ, അല്ലേ, നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു ഓട്ടോക്കാരൻ മറുകണ്ഠം എതിരെ വന്ന് ചാടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തിട്ട് ചാടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായി മാറി? ധ്യാനവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തനായ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈഗോയാണ് അവിടെ കിടന്ന് വെള്ളം വെക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലാതായി മാറുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതായത് നമ്മൾ ഈ എന്തുമാത്രം എൻ്റെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മൂലപാപം അഹങ്കാരമാണ്. അത് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും ഞാൻ പറയുന്ന തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഈഗോ കൊണ്ടാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈഗോയാൽ ഭരിക്കപ്പെടുന്ന ഞാൻ പലപ്പോഴും കാരണമില്ലാതെ അസ്വസ്ഥനാകും. കാരണം എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതലും പ്രാധാന്യവും കൊടുത്തിരിക്കുന്നത്. അത് നടപ്പിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കിടന്ന് ബഹളം വെക്കും. അതാണ് സ്നേഹമുള്ളവരെ ഈ പുൽക്കൂട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പുൽക്കൂട് എന്ന് പറയുന്നത് എന്താണ്? ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള എളിമയുടെ ഏറ്റവും ഉന്നതമായ തലമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല, ഒരു 2 വചനം കൂടെ ഉണ്ട്. ഒരു എടുക്കാം. ലൂക്ക. ഇപ്പം നമ്മൾ ഈ ഫിലിപ്പി 2:7 തന്നെ എടുത്തേ. ഫിലിപ്പി 2:7 അത് വെച്ചിട്ട് ഒരു വചനം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. അത്ര മതി. തന്നെ തന്നെ ശൂന്യനാക്കി. എത്ര കിട്ടിയല്ലോ? ഇനി നമ്മൾ ഈശോ പറയുന്ന ലൂക്ക 9:23. ലൂക്ക 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതെന്താണ് ഈശോ പറയുന്നത്? ആരെങ്കിലും എന്നെ അനുഗമിക്കാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായി ആരെങ്കിലും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്താ? തന്നെ തന്നെ പരിത്യജിച്ച്. അപ്പുറത്ത് ഈശോ എന്താ ചെയ്യുന്നത്? തന്നെ തന്നെ ശൂന്യനാക്കി. ഈശോ തന്നെ തന്നെ ശൂന്യനാക്കി. ഇപ്പുറത്ത് ഈശോ പറയാണ്, ഞാൻ ഇങ്ങനെയാണ്, അതിന് അങ്ങേയറ്റത്തെ ഫോമാണ്, ഇത് കുർബാന, ഇത് ഇത്രയും. ഇനി എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണ്? തന്നെ തന്നെ പരിത്യജിക്കുക. അപ്പുറത്ത് ശൂന്യനാക്കി. എന്നിട്ട് നമ്മളോട് ഈശോ പറയുന്നത് എന്താണ്? തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഈഗോയെ, തന്നെ തന്നെ, ഞാനെന്ന് പറയുന്ന എൻ്റെ ഭാവത്തെ, എൻ്റെ അഹത്തെ, അഹങ്കാരത്തെ, എനിക്കെല്ലാം അറിയാം എൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഈ അഹത്തെ എന്ത് ചെയ്തു? തന്നെ തന്നെ പരിത്യജിച്ച്. കിട്ടുന്നുണ്ടോ? ഇനി സൂക്ഷിച്ച് വായിച്ചാൽ ഈ രണ്ടും ഒരേ കാര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മളൊന്ന് ഇത്രയും തന്നെ തന്നെ പരിത്യജിച്ചു എന്നതും അപ്പുറത്ത് തന്നെ തന്നെ ശൂന്യനാക്കി എന്നുള്ളതുണ്ടല്ലേ. ഇത് രണ്ടും അവസാനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? ഈ വചനം എടുക്കാവോ? ഫിലിപ്പി, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ധ്യാനിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഫിലിപ്പി 2:7 ഒന്നോടെ വായിക്കാവോ? തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നു. അടുത്ത എന്താണ്? ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതെ, കുരിശ് മരണം വരെ. തന്നെ തന്നെ ശൂന്യനാക്കിയത് എവിടം വരെ പോയി? ഇവിടെ കുരിശ് മരണം വരെ. ഇനി അപ്പുറത്തെ വചനം എടുത്ത് ലൂക്ക 9:23.
തന്നെ പരിത്യജിച്ച് എങ്ങോട്ടാ പോകുന്നത്? ലൂക്ക 9:23. അവൻ എല്ലാവരോടും പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അത് എങ്ങോട്ടാ പോയത്? കുരിശിലേക്ക്. തന്നെ പരിത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പുറത്ത് എന്താ ചെയ്യുന്നത്? തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് എവിടം വരെ പോയി? കുരിശ് മരണം വരെ. പിടി കിട്ടുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ തന്നെ പരിത്യജിക്കുക എന്ന് പറയുന്നതിൻ്റെ ഹയസ്റ്റ് ഫോമാണ് എന്ത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരിശ്. എന്നുവെച്ചാൽ നല്ല സഹനം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവും. ഞാൻ എന്നെ തന്നെ പരിത്യജിക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യം അല്ല. നമ്മുടെ ഉള്ളിൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണിത്. അപ്പം അതിന് പിന്നിൽ എന്തുണ്ടാവും? നല്ല കുരിശുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ജയിക്കേണ്ടത് ആരോടെ അടുത്താണ്? എൻ്റെ ഈഗോയുടെ മുന്നിലാണ്. ശത്രുക്കളോടല്ല. ശത്രുക്കളോട് രണ്ടാം പടിയാണ്. ഈ തന്നെ ജയിച്ചാലേ, തന്നെ ഉള്ള ഈ അഹങ്കാരത്തെ മാക്സിമം എളുപ്പപ്പെട്ട് കുരിശെടുത്താലേ എനിക്ക് അടുത്ത ശത്രുത വരുന്ന അവൻ്റെ ഈഗോയാണ്. കൂട്ടത്തിൽ ജീവിക്കുന്നവൻ്റെ മറ്റുള്ളവരുടെ അഹങ്കാരമാണ് അടുത്ത ശത്രുതയ്ക്ക് വരുന്നത്. ആ ശത്രുതയെ എനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ തന്നെ ഈഗോയെ ജയിക്കണം. എന്നെ തന്നെ ഞാൻ ജയിച്ചാലേ ഈ നമ്മുടെ വ്യക്തിപരമായ ഒരാളുടെ പേഴ്സണൽ ലൈഫിൻ്റെ വിജയം എന്ന് പറയുന്നത് അയാളെ തന്നെ ജയിക്കുന്നതാണ്. എന്നെ തന്നെ അത് നമ്മൾ മനസ്സിലാകണം. എന്ത് ഇപ്പോൾ ഈ കിടന്ന് ചാടിച്ച് ബഹളം വെക്കുന്നവരില്ലേ, അവർ ശരിക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? അയാളിൽ തന്നെ പരാജയപ്പെടുന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഈ കിടന്ന് ബഹളം ഷോ വരുന്നേ. അയാളിൽ തന്നെ അയാൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ കാരണം എന്താണ്? അയാൾക്ക് അയാളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അയാളുടെ അകത്തെ ഈഗോ തരുന്ന ചിന്തകളെ നിയന്ത്രിക്കാനോ മനസ്സിലാക്കാനോ പോലും അയാൾക്ക് പറ്റുന്നില്ല. അതാണ് എന്ത്? ഇത് ആദ്യ പടിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യം. അപ്പം ഇത് ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവനും 7 മൂലഭാവങ്ങളിൽ ഒരെണ്ണം. അതാണെന്ത്? അഹങ്കാരം. അതാണ് ബാക്കിയുള്ള എല്ലാ പാവങ്ങളിലേക്കും നമ്മളെ എന്ത് ചെയ്യുന്നത്? നയിക്കുന്ന ഘടകം. അതുകൊണ്ടാണ് ഈ സ്നാപ് യോഹന്നാനൊക്കെ പറയുന്നത് എന്ത്? യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ എൻ്റെ ഈഗോ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലെ ഭാവം കുറയാൻ തുടങ്ങിയാലേ എൻ്റെ ഉള്ളിൽ ഈശോ വളരൂ. അഹം ഞാൻ, അതായത് ഈശോ മനുഷ്യാവതാരം ചെയ്ത് ആ ഈശോ എൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ വേറൊരു ഞാൻ ഉണ്ടായാൽ നടക്കുമോ? ഇല്ല. ഈശോ പറയും, ദൈവം പറയുന്നത്, നിന്റെ ദൈവം പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മോശയോട് പറയുന്നത് ഞാൻ തന്നെ. ഒരു ഞാനേ ഉള്ളൂ. വേറൊരു ഞാൻ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ 2 ഞാനും വരുമോ? ഞാൻ ഇല്ലാതാകുന്നിടത്തെ യഥാർത്ഥ ഞാൻ വളരത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? ഞാൻ കുറയുന്നിടത്ത് അവൻ വളരും. അതുകൊണ്ടാണ് ഈശോ വേറൊരിടത്ത് പറയുന്നത്, തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവൻ താഴ്ത്തപ്പെടും. അതാണ് നമ്മളെപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് തന്നെത്താൻ ഉയർത്താനാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലിയ ആളാണ്. അത് ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഞാൻ വിമർശിക്കുന്നില്ല, നമ്മുടെ കേരളത്തിലുള്ളവർക്കൊരു സ്പെഷ്യൽ പ്രത്യേകതയാണ്. നമ്മുടെ വീട്, കാറ്, ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ ശ്രമിക്കുന്നത് എന്താണ്? പുറത്തുള്ള കേരളത്തിന് വെളിയിലുള്ള നാടുകളിലേക്കൊക്കെ പോയാൽ ഈ വീടിൻ്റെ അകത്തൊന്നും അത്ര ഷോ കാണാൻ ഇല്ല. ഒരു സാറിന് സോപ്പ് പൊട്ടി പോലെ ഒരു സെറ്റപ്പിൽ തീരുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഉയർത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്ത്? എൻ്റെ ഈഗോ. ഞാൻ തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവൻ എന്ത് ചെയ്യും? താഴ്ത്തപ്പെടും. അതേസമയം തന്നെത്താൻ താഴ്ത്താൻ ശ്രമിക്കുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ എന്ന് പറയുന്നത് എൻ്റെ ഈഗോയെ ഞാൻ തന്നെ
എളിമപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആരെന്നെ ഉയർത്തും? ഈശോ അടുത്ത പടി ഈശോയുടെ തീരുന്നില്ല. അടുത്ത പടി ഈശോ എന്ത് ചെയ്തു? ഈശോ ഉത്ഥാനം ചെയ്തു. ഈശോ ഇവിടെ ഇത്രയും ഇങ്ങനെ സക്രാരിക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈശോ അവിടെ എവിടെയാണ്? പിതാവിൻ്റെ വലത് ഭാഗത്ത് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അത്യുന്നതനും സർവശക്തനുമായ ദൈവമാണ്. തന്നെത്താൻ താഴ്ത്താനായിട്ട് ശ്രമിക്കുമ്പോഴേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉയർത്തത്തുള്ളൂ, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. കിട്ടിയോ? അപ്പോൾ എനിക്ക് പുൽക്കൂട് എനിക്ക് സമ്മാനിക്കാൻ, എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഹൃദയം ഒരുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഇന്ന് വൈകിട്ട് തുടങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും എന്ത് ചെയ്യണം? ഞാൻ അയാൾ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കണ്ടേ? ഇപ്പം എനിക്ക് പ്രശ്നം എനിക്ക് തിരിച്ചു പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ഈഗോ, അഹം ആണെന്ന് വിചാരിച്ച് അയാളെ വെറുതെ വിടുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലെ ഈഗോയെ തോൽപ്പിക്കാനായി ശ്രമിക്കണം. എൻ്റെ ഉള്ളിലെ ഈഗോയെ എനിക്ക് തന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിലെ ഈഗോയെ എനിക്ക് തന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ വേണം, ഈ ബലഹീനതയിൽ എൻ്റെ ശക്തി പ്രകടമാകണം. എൻ്റെ ശക്തി ഈശോ എന്ത് ചെയ്യണം? എന്നിലൂടെ പ്രവർത്തിക്കണം. ഈശോയുടെ ശക്തി വന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് 2 തിമോത്തി 2:1 2 തിമോത്തി എൻ്റെ മകനെ, യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? എൻ്റെ ശക്തിയല്ല. എൻ്റെ ശക്തി എന്ന് പറയുന്നത് ആരുടെ ശക്തിയാണ്? യേശുവിൻ്റെ ശക്തി എൻ്റെ ശക്തിയായി. യേശുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ഞാൻ ശക്തി സ്വീകരിക്കണം. അപ്പോഴേ എനിക്ക് ഇതിനെ അതിജീവിക്കാൻ, എൻ്റെ ശക്തി കൊണ്ട് നടന്നാൽ ഞാൻ പരാജയപ്പെടുമെന്നുള്ളതാണ്. വേറൊരു വചനം എഫേസോസ് 6:10. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ള. എൻ്റെ കരുത്ത്, എൻ്റെ ശക്തി, എൻ്റെ ബലം എന്ന് പറയുന്നത് ആരാണ്? എൻ്റേതല്ല, അത് കർത്താവിൻ്റെതാണ്. കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ ശക്തി എൻ്റെ ശക്തിയായി മാറുന്നിടത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം. അതാ പറഞ്ഞത്, നമുക്ക് ഏറ്റവും പാടുള്ള ഒരു പുണ്യമാണ് എന്ത്? എളിമ. എൻ്റെ ഈഗോയെ, എൻ്റെ അഹത്തെ ജയിക്കുക എന്ന് പറയുന്നത്. ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുന്ന നമുക്ക് എന്ത് വേണം? ഈ ഒരു പുണ്യം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. എല്ലാവരും വളരെ സ്വസ്ഥമായി ശാന്തമായി നിന്നിട്ട് ഈ ഒരു സമയം നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്നൊരു ഭാവം, എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ വലിയ ആളാണ്, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, ഞാൻ പറയുന്നത് പോലെ വേണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ, എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാവരും വിലമതിക്കണം, എന്നെ സ്നേഹിക്കണം എന്നുള്ള നമ്മുടെ ഉള്ളിലെ ഏത് തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിലെ കാരണം എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. ഈഗോ ഉള്ളിടത്ത്, തന്നെ ശൂന്യവൽക്കരിക്കാത്തിടത്ത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി പറ്റത്തില്ല. ഈ സമയം നമ്മൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഈശോയെ, എൻ്റെ ഉള്ളിലെ ഈഗോ എന്തുമാത്രം ഉണ്ട്, ഇതുമൂലം എന്തുമാത്രം ആളുകൾ എൻ്റെ വീടിൻ്റെ അകത്ത്, എൻ്റെ ജോലിയിടങ്ങളിൽ, ന്യായമായിട്ട് ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ എൻ്റെ ഈഗോ മൂലം എന്തുമാത്രം പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഈഗോ മൂലം എത്രയോ പ്രശ്നങ്ങൾ ഇപ്പോഴും തീരാതെ കിടക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് അത് ആഘോഷപരമായി മാത്രം പോകും, ജീവിതത്തിൽ അത് ബന്ധമില്ലാതെ പോവുകയാണ്.
ഈ സമയം നമ്മൾ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ 2025 അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, കർത്താവേ, എന്നെ തന്നെ മനസ്സിലാക്കാൻ, എന്നെ തന്നെ ഒരല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ, എൻ്റെ അകത്ത് ഞാൻ അറിയാതെ ഒരു വലിയ കോട്ട, അഹങ്കാരത്തിൻ്റെ ഒരു കോട്ട എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. വലിയൊരു ബലം എന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന ഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും അതിനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് അവെയറാകാനായിട്ട് ശ്രമിക്കാം. ഞാൻ എങ്ങ് പോരുന്നതിൻ്റെ മുന്നിനോ ഈ ദിവസങ്ങളിലോ ഒക്കെ ഞാൻ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ കോപിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വിധിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം പിന്നിലെ കാര്യം ഞാൻ നല്ലവൾ, ഞാൻ നല്ലവൻ, അവർക്കൊള്ളില്ല, അവർ ശരിയല്ല, അവരെക്കാട്ടിലും മെച്ചപ്പെട്ടവൻ, അവരെക്കാട്ടിലും അറിയാവുന്നവൻ, അവരെക്കാട്ടിലും വിശുദ്ധിയുള്ളവൻ, അവരെക്കാട്ടിലും ആത്മീയതയുള്ളവൻ ഞാനാണ്. അതുകൊണ്ടാണ് അവർ കൊള്ളില്ല, അവർ ശരിയല്ല, അവരുടെ ഉള്ളിൽ തെറ്റുണ്ട് എന്നൊക്കെ ഞാൻ വിധിച്ചതിൻ്റെ പിന്നിലെ കാരണം ഞാൻ അവരെക്കാട്ടിലും നല്ലവളായതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, സ്വന്തം കണ്ണിൽ തടിക്കഷണം ഇരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് നോക്കാൻ പോകുന്നു നീ. കാരണം ഞാൻ, എൻ്റെ ഉള്ളിലെ തടിയല്ല, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഞാനെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ചിന്തയാണല്ലോ എന്നെ നയിക്കുന്നത്. ഈ സമയം നമുക്ക് കാര്യങ്ങൾ യാതനാപൂർവ്വം പിടിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രത്യേകിച്ച് ഞാൻ വീട്ടിലോട്ട് പോകും, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ മക്കൾ, പിന്നെ വിവാഹത്തിലൂടെ കിട്ടിയ ബന്ധങ്ങൾ, ഇതിൻ്റെ അകത്ത് ഞാനെന്ന് പറയുന്നൊരു ഭാവം മൂലം ചെറുതായിട്ടൊന്നും സാരമില്ലെന്ന് വെച്ചാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അങ്ങേയറ്റം വലിയ കേസ് വരെ ആയിട്ടുണ്ട്, വലിയ കോടതികളിലേക്ക് വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈഗോയാണ്, അഹാണ്. കർത്താവേ, എളിമ നൽകി എന്നെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് തന്നെ എളിമപ്പെടാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആവുന്നില്ല. കർത്താവേ, തന്നെ ശൂന്യവൽക്കരിച്ച് ഈശോയുടെ വലിയ പല ഗുണങ്ങളിൽ ഒരു ഗുണമല്ല എളിമ. ശൂന്യവൽക്കരണം എന്നത് അതിൻ്റെ കോർ എക്സിസ്റ്റൻസ്, ഈശോയുടെ ജീവിതത്തിൻ്റെ, ഈശോയെ അതിൽ തന്നെ എളിമയാണ് ഈശോ. അതല്ലെങ്കിൽ ഇത്രമാത്രം ഒരു പാവിയായ എൻ്റെ ഉള്ളിലേക്ക് ഒരു കുർബാനയായി മാറി ഇങ്ങനെ എന്നെ ഇത്രയും പാപം ചെയ്തിട്ടും വീണ്ടും എന്നെ ഇങ്ങനെ പൊതിഞ്ഞു നിർത്തി സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ഈശോയെ, നിൻ്റെ ഈ എളിമയാൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ എളിമയാൽ എന്നെ നയിക്കണമേ, നിൻ്റെ എളിമ എനിക്ക് തരാവോ എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേ സുവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേ സുവേ, നിന്റെ ഹിതത്തിൽ നിറവിൽ ഞാൻ പ്രസവിക്കട്ടെ. ആദ്യനും അന്യനും അങ്ങു മാത്രമേ സുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ,
ഉള്ളം മുതുകുന്ന ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം ഉള്ളം മുതുകുന്ന ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം ആദിവ്യ സ്വരത്തെ ആത്മകർഷത്തോടെ കരങ്ങളെ വീശി ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാം ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ ഉച്ചത്തിൽ പാടുകയാണ് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാം ചേർന്ന് പാടും ഹല്ലേലൂയ 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 മനമുയർത്തി ശക്തിയോടെ താകത്തോടെ യേശുവിനെ നോക്കി ഒറ്റ വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് ശക്തിയോടെ വിളിക്കട്ടെ. നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന നാമം, ആ നാമത്തെ ഉച്ചത്തിൽ വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് യേശുവേ കൂട്ടായ്മയിലേക്ക് ശക്തമായ രീതിയിൽ ദൈവിക സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയിൽ നിന്ന് സത്യമായും ഈശോയുടെ ജീവനുള്ളൊരു സാന്നിധ്യത്തിൻ്റെ അഭിഷേകം അനുഭവിക്കുവാൻ കർത്താവെ ഇതിൻ്റെ അകത്തായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ. ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈശോ ഞങ്ങൾ നിൻ്റെ മുന്നിൽ അണഞ്ഞിരിക്കുന്നത്. കർത്താവെ, ഒരാളെ പോലെ ഈശോ നീ വെറുതെ വിടരുത്. നിൻ്റെ മുന്നിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിൻ്റെ മുന്നിൽ ആയിരിക്കുന്ന ഒരു ദൈവമകനെ, ഒരു ദൈവമകളെ പോലെ ഈശോ അവരുടെ ഉള്ളിലെ നിയോഗങ്ങളും അവരുടെ ആന്തരികമായ സങ്കടങ്ങളും ഈശോ നീ കാണാതെ മനസ്സിലാക്കാതെ അവരെ പറഞ്ഞയക്കരുത്. കർത്താവെ, ഈ സമയം ഞങ്ങൾ നിൻ്റെ തിരുനാമത്തെ, നിൻ്റെ ഈ സാന്നിധ്യത്തെ, നിൻ്റെ വിശുദ്ധിയെ ഞങ്ങൾ ഈ സമയം ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നൊരു സമയമാണ്. ആരാധന എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധിയെ മാലാഖമാരോടും വിശുദ്ധ ഗണങ്ങളോടും ചേർന്ന് നമ്മൾ ഈ പരിശുദ്ധിയെ വണങ്ങുന്നതാണ് ആരാധന. സ്വർഗത്തിൽ മുഴുവനും വലിയ ദൈവാരാധന നടത്തപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിശുദ്ധരെല്ലാം പരിശുദ്ധൻ 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 എന്ന മാലാഖമാരെല്ലാം ഈശോയുടെ പരിശുദ്ധിയെ വണങ്ങുന്നൊരു സമയമാണല്ലോ. ഇവിടെ സ്വർഗത്തിലേതുപോലെ തന്നെ ദൈവിക മഹത്വ ദൈവശക്തി ഇറങ്ങി നിൽക്കുന്നൊരു സമയമാണ്. ദൈവം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദൈവിക, പക്ഷേ കുർബാനയുടെ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. ഈശോ ഇപ്പോൾ പിതാവിൻ്റെ തിരുസന്നിധിയിൽ സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ മുന്നിലും ഈശോ ആയിരിക്കുന്നത്. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, അത് എൻ്റെ ഒരു ഭാഗ്യം. ഈശോ എനിക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുമ്പോൾ ഈശോ എനിക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഈശോയെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നു എന്നുള്ളത്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ ദൈവജനങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഈശോ ഇവിടെ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഇവിടെ സത്യദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ പൂർണ്ണ ദൈവത്വത്തോടെ പൂർണ്ണ ദൈവിക മഹിമയോടെ രാജാതിരാജനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു ഈശോ, ഒരു മിശിഹ, ഒരു ക്രിസ്തു ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്, ഇവിടെ ഈശോ ഉണ്ടെന്ന് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കഴിവ് ശക്തിയുള്ള ഒരു തമ്പുരാൻ, നീ പ്രാർത്ഥിക്കുക, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നീ ചോദിക്കുക, ഞാൻ നിനക്ക് മറുപടി തരും. നീ മുട്ട, ഞാൻ നിനക്ക് തുറന്നു തരും എന്ന് പറഞ്ഞൊരു ദൈവ സാന്നിധ്യം ഈ കുർബാനയിൽ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളെ ഉയർത്തി നമ്മൾ ഈ സമയം ഈശോയുടെ സാന്നിധ്യത്തെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിക്കുന്ന സമയമാണ്. ആരാധിക്കുന്ന സമയങ്ങളിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും. ആരാധിക്കുന്ന സമയങ്ങളിൽ കുടുംബങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരുവികൾ വിട്ടുപോകും. ആരാധിക്കുന്ന സമയങ്ങളിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ കെട്ടടങ്ങും. ആരാധിക്കുന്ന സമയങ്ങളിൽ വലിയ രീതിയിൽ മനസ്സമാധാനങ്ങളും ദൈവിക ശാന്തിയും
ഈശോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് തരും. വിട്ടുകൊടുത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഉച്ചത്തിൽ വിളിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ വണങ്ങുന്നു, ഈശോയെ ഞങ്ങളുടെ നാഥനായി നിന്നെ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, 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 ആരാധന. നമ്മൾ കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, ബുദ്ധിയാൽ തുടർന്നിട്ട് ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, ബുദ്ധിയാൽ തുടർന്നിട്ട് ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കുപറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, ശക്തിയോടെ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കുപറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട്ട് ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട്ട് ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാവോ? കർത്താവിന്റെ അധികാരത്തോടെ, കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ ഈ കൂട്ടായ്മയ്ക്കകത്തും തെളിത്തും പുറത്തും ഒളിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ മക്കൾക്ക് നാശം ആഗ്രഹിക്കുന്ന സർവ്വ പൈശാചിക അരൂപികളെ, അപകടങ്ങൾ സൃഷ്ടിക്കുന്ന, രോഗങ്ങൾ സൃഷ്ടിക്കുന്ന, മനസ്സമാധാനം കെടുത്ത് നിരാശ, ദുഃഖം, ആകുലത ജനിപ്പിക്കുന്ന സർവ്വ പൈശാചിക അരൂപികളോടും നസറായ യേശുവിന്റെ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു, കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമം വെളിപ്പെടട്ടെ, യേശു നാമത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു യേശു അധികാരത്തിൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ ഞാൻ ബന്ധിക്കുന്നു. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ രക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിശ്ചയം. നിശ്ചയം അത് നിശ്ചയം, വാക്കുപറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. രോഗസൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരിലേക്ക് വലിയ ദൈവ കൃപകൾ ഈ സമയം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ സമയം എല്ലാവരുടെയും ശിരസിൽ കരങ്ങൾ വെച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോകുന്ന സമയങ്ങളാണ്. വലിയ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുർബാനയുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ വിശ്വാസത്തോടെ വേണം വരാൻ. നിങ്ങളുടെ ഉള്ളിൽ വലിയ ശക്തമായ ഒരു നിയോഗം ഉണ്ടായിരിക്കുകയും ചെയ്യണം.
ആ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കുറവാണ്ടവരിലേക്ക് വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ തിരിച്ചു നിന്ന് പ്രാപിച്ച് നമുക്ക് ഈശോയുടെ ആരാധനയിൽ നമുക്ക് പങ്കുകൊള്ളാം. നമ്മൾ ഈ സമയം മുട്ടുമേലായിരിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് വരുന്നു. വലിയ രീതിയിൽ ദൈവിക സാന്നിധ്യം, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്ന് വലിയ ഭിന്നതയുടെ ആരോപികളൊക്കെ ഈശോ എടുത്തു മാറ്റുകയും വലിയ രീതിയിൽ ഈശോ പ്രവർത്തിക്കുകയും ചെയ്തൊരു സമയമാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരുപാട് ആളുകളിൽ നിന്ന് ഈശോ കടുത്ത നിരാശകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഭൗതികമായ മേഖലകളിൽ ഈശോ ഒരുപാട് വിടുതൽ നൽകി അനുഗ്രഹിച്ചു. നമുക്കെല്ലാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ വിശ്വാസത്തോടെ നന്ദിയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. അധരങ്ങൾ തുറന്ന് വിളിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞു പാടാം. വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൽ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ഈടത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ.